والحمد لله رب العالمين. ബഹുമാന്യനെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ധാരാളം ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാകാൻ വേണ്ടി ഇവിടെയുള്ള മഹല്ല് കമ്മിറ്റിയും ഇവിടെ പ്രവർത്തിക്കുന്ന അൽ അബ്റാർ ഇസ്ലാമിക് സെന്റർ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അതിന് സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഫലം ലഭിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാകാൻ വേണ്ടി ഈ പ്രദേശത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിങ്കിൽ നമുക്കെല്ലാവർക്കും അതിൽ സഹകരിച്ചവർക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ ലഭിക്കാൻ കാരണമാകുന്ന അമലായി അല്ലാഹു അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വെള്ളം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ. എല്ലാ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളത്തിനാലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം വന്ന് ചോദിച്ചു, നബിയെ, ഇന്ന ഉമ്മി മാതത് ഫഅയ്യു സദഖതി അഫ്ളലു യാ റസൂലല്ലാഹ്. എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരണപ്പെട്ടവരോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാനുള്ള മാർഗവും ആണ് അവരുടെ പേരിൽ സദഖ ചെയ്യുക എന്ന്. ഏത് സദഖയായിരുന്നു? ഇന്ന ഉമ്മി മാതത് إن أمي افتلتت نفسها يا رسول الله فهل لها أجر إن تصدقت عنها. വേറൊരു സഹാബി ഒരിക്കൽ വന്ന് ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി. وإني أظنها إن تكلمت تصدقت. ഉമ്മക്ക് മരിക്കുന്നതിന് മുമ്പ് സന്ദർഭം ലഭിച്ചിരുന്നുവെങ്കിൽ ഉമ്മ എന്തെങ്കിലും സദഖ വസിയ്യത്തായോ മറ്റോ പറയുമായിരുന്നു. ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി. ഉമ്മാന്റെ പേരിൽ ഞാൻ സദഖ കൊടുത്താൽ, കർമ്മം ചെയ്താൽ ഉമ്മാക്ക് ഫലം കിട്ടുമോ, പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചു. ഖാല നഅം, അതെ കിട്ടും എന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതുപോലെ മരണപ്പെട്ടവരുടെ വീടുകളിൽ വെച്ച് മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. അത് മരിച്ചവരുടെ പേരിലുള്ള ധർമ്മമാണ്. 7 ദിവസം ബഹുമാനപ്പെട്ട സഹാബികൾ മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുത്തിരുന്നു. ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ ഫകാനൂ യസ്തഹിബൂന അൻ യുത്അമ അനിൽ മയ്യിത് സബ്അത അയ്യാം. 7 ദിവസം സഹാബത്ത് മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുത്തിരുന്നു എന്ന് അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസിൽ തൗസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം. അതുകൊണ്ടാണ് ഇമാം സൂത്ത് റളിയല്ലാഹു അൻഹു 7 ദിവസം മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന പതിവ് മക്കയിലും മദീനയിലും എന്റെ ഈ കാലം വരെ 900ഓളം കൊല്ലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന സുന്നത്താണ് എന്ന് അൽ ഹാബീൽ അൽ ഫതാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക. അത് ആദ്യത്തെ 7 ദിവസം പ്രത്യേകിച്ചും മരിച്ചവരുടെ ഖബറിൽ പ്രത്യേകമായി ചോദ്യവും പരീക്ഷണവും നടക്കുന്ന ദിവസങ്ങളാണ് 7 ദിവസം. അതുകൊണ്ടാണ് 7 ദിവസത്തിന് പ്രത്യേകതയുണ്ടായത്. അതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നുൽ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഫഹിയത്തു സന്നു ഇതിൽ ഇത്ആമു സുന്നത്തുൻ ഫഹിയത്തു സന്നു ഇജ്മാഅൻ.
മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന പതിവ്, ഭക്ഷണം കൊടുക്കുന്ന സുന്നത്ത്, അത് ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത സുന്നത്താണ്. ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത സുന്നത്താണ് മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന സുന്നത്ത്. 7 ദിവസം. വിവരമില്ലാത്ത ആളുകൾ ചിലപ്പോൾ അത്തരം നല്ല കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യും. അതിന് ഉത്തരവാദി അവർ തന്നെയാണ്, അവർക്ക് വിവരം ഇല്ലാത്തതുകൊണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഏത് സദഖയാണ് ഉമ്മയുടെ പേരിൽ കൊടുക്കാൻ ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഫഖാല അൽ മാ, അവിടുന്ന് പറഞ്ഞു വെള്ളം. വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ, വെള്ളമാണ് ഏറ്റവും പുണ്യമുള്ള ധർമ്മം. ഫഹഫറ ബിഅറൻ, സഅദ് റളിയല്ലാഹു അൻഹു ഒരു കിണർ കുഴിച്ചു. എന്നിട്ട് പറഞ്ഞു ഹാദാ ലി ഉമ്മി സഅദ്, ഇത് സഅദിന്റെ ഉമ്മാക്കാണ് എന്ന് പറഞ്ഞു. ഹദീസിൽ അങ്ങനെയാണുള്ളത്, ഇത് സഅദിന്റെ ഉമ്മാക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചിലർ പറയും ഈ കോഴി ബദരീങ്ങൾക്കാണ്, ബദരീങ്ങൾ വന്നിട്ട് കോഴി ഇറച്ചിരുന്നു, ബദരീങ്ങൾ വന്നിട്ട് കോഴിനെ വിൽക്കുവോ, കോഴിനെ ബദരീങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്യില്ല. പിന്നെ ബദരീങ്ങൾക്കാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അത് തന്നെയാണ് സഹാബിയും പറഞ്ഞത്, ഇത് എന്റെ മരിച്ചുപോയ ഉമ്മാക്കാണ്. ഉമ്മയുടെ കിണറ്റിൽ വെള്ളം കുടിക്കുന്നു, ഉമ്മ കിണറ്റിന്റെ അടുത്ത് വരൂല, അവരില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഉമ്മയുടെ പേരിൽ ധർമ്മമാണ് എന്നാണ്. അത് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഈ ബുദ്ധിയുള്ള ആൾക്കാർക്കാണ് സുന്നത്തിയമായത്തായിരുന്നു പറയുന്നത്. നിങ്ങൾക്കാർക്കും സംശയം വേണ്ട, ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞല്ല. ഒരാൾ കാറിൽ ഇങ്ങനെ പോകുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു പള്ളി കണ്ടു. അപ്പൊ ഡ്രൈവറോട് അവർ നിർത്തി, ഞാൻ പള്ളിയിൽ കയറി മൂത്രമൊഴിക്കട്ടെ. അപ്പൊ സുന്നികൾ കേട്ടാ പറയും അയാൾ പള്ളിയൊക്കെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. സുന്നികളല്ലാത്തവർ പറയും കാഫറായി പോയിരിക്കുന്നു. അതെന്താ പള്ളി കയറി മൂത്രയിക്കുന്നതല്ലേ അയാൾ? അതുകൊണ്ട് അയാൾ ഇസ്ലാമെന്ന് പുറത്താണ്. പള്ളി കയറി മൂത്രയിക്കുന്നു എന്നതിന്റെ അർത്ഥം പള്ളിന്റെ തൊട്ടടുത്തുള്ള മൂത്രപ്പുരയിൽ കയറി മൂത്രയിക്കുന്നു എന്നാ. അത്രയൊന്നും വിശദീകരിച്ച് പറയേണ്ടിയില്ല, ആൾക്കെല്ലാം മനസ്സിലാകുന്ന സംഗതിയാണ്. പള്ളി കയറി മൂത്രയിക്കുന്നില്ല, പള്ളിയുടെ അടുത്തുള്ള മൂത്രപ്പുരയിൽ കയറി മൂത്രയിക്കുന്നു എന്നാണ്. ഇതുപോലെ ഇത് ബദരീങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ ഇത് ബദരീങ്ങളുടെ പേരിൽ ധർമ്മമാണ് എന്നാണ്, അല്ലാതെ ബദരീങ്ങളൊന്ന് കോയിലെത്തുന്നു എന്നല്ല. ഇതാർക്കാ മനസ്സിലാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്, ബുദ്ധിയുള്ളവർക്ക് സുന്നത്തിയമായത്തായിരിക്കും. ഇരിക്കട്ടെ, സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കിണർ സഅദ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് സമർപ്പിച്ചു, ഉമ്മാന്റെ പേരിൽ സമർപ്പിച്ചു. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ കിണർ കുഴിച്ചിട്ട് ജനങ്ങൾക്ക് വഖഫ് ചെയ്യുകയും ജനങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ സൗകര്യം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ വരൾച്ചയും വലിയ ജനക്ഷാമവും ഉള്ള കാലഘട്ടം ആണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള സുന്നി യുവജന സംഘം പ്രത്യേകമായി ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. സമൂഹത്തെ വെള്ളം അമൂല്യമാണ്, അത് നശിപ്പിക്കരുത്, അത് കുടിക്കാനുള്ളതാണ്, വെള്ളം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന ബോധവൽക്കരണ പരിപാടി ഇപ്പോൾ കേരളം ഒട്ടുക്കും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? SYS, SSF എന്നൊക്കെ പറയുന്ന സംഘടന അത് വേറെ ആരെങ്കിലും ചീത്ത പറയാനോ തെറി പറയാനോ നാശമുണ്ടാക്കാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഭിന്നിപ്പുണ്ടാക്കാനോ പ്രവർത്തിക്കുന്ന സംഘടന അല്ല. മറിച്ച് സമൂഹത്തിന് നന്മ ചെയ്യാൻ, സമൂഹത്തെ ബോധവൽക്കരിക്കാൻ, സമൂഹത്തിനും രാഷ്ട്രത്തിനും സേവനം ചെയ്യാൻ ഉള്ള സംഘടനയാണ് SYS, SSF തുടങ്ങിയ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ. വെള്ളം എന്ന് പറയുന്നത് അമൂല്യമാണ്. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, wudu എടുക്കുന്ന സമയത്ത് 3 പ്രാവശ്യം കഴുകണം, തല 3 പ്രാവശ്യം തടകണം. 3 ഉള്ളത് 4 ആയിട്ടാക്കിയാലോ, 4 പ്രാവശ്യം മുഖം കഴുകിയാലോ അത് വഖഫ് ചെയ്യപ്പെട്ട വെള്ളം കൊണ്ടാണെങ്കിൽ ഹറാമാണ്. കടലിലെ വെള്ളം കൊണ്ടാണെങ്കിലോ കറാഹത്താണ്. കടലിലെ വെള്ളമാണെങ്കിലും കറാഹത്താണ്. കാരണം ഒരുറ്റ് വെള്ളം അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, ഒരുറ്റ് വെള്ളവും വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. വെള്ളം എന്നത് അങ്ങനെ ഒലിച്ച് കടലിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിലുള്ള ഭൂമിയിൽ തന്നെ പരമാവധി ഇത് കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. പഴയ കാലത്ത് പറമ്പിലൊക്കെ പണിയെടുത്തുകൊണ്ടും പറമ്പിലൊക്കെ ചെറിയൊരു കുഴി കുഴിച്ചുകൊണ്ടും
വെള്ളം പറമ്പുകളിൽ സംഭരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മുറ്റങ്ങളും നമ്മളെ സ്ഥലങ്ങളൊക്കെ ഇന്റർലോക്ക് ചെയ്ത് സിമന്റ് ചെയ്ത് എല്ലാ വെള്ളവും പുറത്തേക്ക് ഒഴിഞ്ഞു പോകൽ തുടങ്ങിയിരിക്കുകയാണ്. അതിന് മാത്രം ഭൂമിയിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇന്റർലോക്ക് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. പക്ഷെ ഇന്റർലോക്ക് ചെയ്താലും വെള്ളം താഴോട്ട് ഇറങ്ങുന്ന സംവിധാനം ചെയ്യണം. വെള്ളം ഒലിച്ചു പോകാനുള്ള സംവിധാനം ആകരുത്. വെള്ളം നമ്മുടെ ഭൂമിയിൽ കുടിക്കാനുള്ള സംവിധാനം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വെള്ളം എന്ന് പറയുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് എത്ര സ്ഥലത്താണ് പറഞ്ഞത്? വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ് എന്ന് പറഞ്ഞ അല്ലാഹു തആല എല്ലാ വസ്തുവും വെള്ളത്തിനാണ് എന്ന് പറഞ്ഞ റബ്ബ് വെള്ളത്തെക്കുറിച്ച് എത്രയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒതു എടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖം കഴുകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തഹൂറാ. വെള്ളമെന്ന് പറയുന്ന വസ്തുവിന് സ്വന്തം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കി തരുന്നതുമായി ആക്കി തന്ന റബ്ബിന് ആണ് സർവസ്തുതിയും എന്ന് റബ്ബിനെ പ്രത്യേകം സ്തുതിക്കുകയാണ്. കാരണം വെള്ളമെന്ന് പറയുന്ന അനുഗ്രഹം അതൊരു ചെറിയ സംഗതിയല്ല. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്ന് മാത്രം അല്ല, ശുചീകരിക്കാൻ വെള്ളം വേണം, കുളിക്കാൻ വെള്ളം വേണം, അലക്കാൻ വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം, എല്ലാറ്റിനും വേണം വെള്ളം. ഭക്ഷണം അങ്ങനല്ല. അലക്കാൻ ഭക്ഷണം വേണ്ട, കഴുകാൻ ഭക്ഷണം വേണ്ട, അതുപോലെ തന്നെ കുളിക്കാൻ ഭക്ഷണം വേണ്ട. അത് വെറും വയറ്റിലാക്കാൻ മാത്രമേ വേണ്ടൂ. ഇതങ്ങനെയല്ല. ഇത് ഒരുപാട് കാര്യത്തിന് വെള്ളം വേണം. വെള്ളമില്ലെങ്കിൽ മനുഷ്യന് ഇവിടെ നല്ല നിലക്ക് ജീവിക്കാൻ ഒരു നിലക്കും കഴിയൂല. അതാണ് വെള്ളം. ആ വെള്ളം അതിന്റെ അമൂല്യമായ സമ്പത്താണ് വെള്ളം എന്ന ബോധം നമുക്കെല്ലാവർക്കും വേണം. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, അതുപോലെ മറ്റ് സർക്കാർ സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിലും വെള്ളം നൽകാൻ വേണ്ടി കിണർ കുഴിക്കാനും സംവിധാനം ഏർപ്പെടുത്താനുമൊക്കെ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. അത് നാം അതിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർക്ക് പ്രചോദനം നൽകേണ്ടവരും സഹകരിക്കേണ്ടവരും ആണ്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ എല്ലാം കൂടി ആയിക്കിട്ടുമ്പോഴേക്ക് ചിലപ്പോ കുടിക്കേണ്ടവരൊക്കെ മരിച്ചെന്ന് തീർന്നു. എല്ലാ സംവിധാനവും അങ്ങനെയാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ചിലപ്പോ ഒരു തെങ്ങ് അതിപ്പം ഭൂന്ന് തോന്നിയിട്ട് അതൊരു കമ്പിയിട്ട് കെട്ടണമെന്ന് പറഞ്ഞാൽ ആ കമ്പിയെല്ലാം കൂടി വേണ്ടത് കെട്ടുന്നതിന് മുമ്പ് തെങ്ങ് പൊതിഞ്ഞ് വീണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടാവും. വേറൊരു അപകടം പറ്റുന്ന ഒരു വളവുണ്ടാകുന്ന നീർക്കണമെന്ന് പറഞ്ഞാൽ നീർക്കുമ്പോഴേക്കും ഒരു 10 ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് പലപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ടാണ് പ്രൈവറ്റ് സംവിധാനങ്ങൾ പല സ്ഥലത്തും സർക്കാർ സംവിധാനങ്ങളെയും കൂടി ഉത്തേജിപ്പിക്കാൻ പലപ്പോഴും കാരണമാണ്. ഞാനിപ്പോ പറയാൻ സമയമില്ല, നീണ്ട വേദ വരാൻ ഇപ്പൊ സമയമില്ല. നീണ്ട വേദ എല്ലാ വിഷയത്തിലും CD ആയിരക്കണക്കിന് CD വാങ്ങി കേൾക്കാം. ഞാൻ ഈ അടുത്ത് പ്രസംഗിക്കുന്ന CD എല്ലാവരും കേൾക്കേണ്ടതാണ്. അല്ലാഹു ആര്, ഇസ്ലാം എന്ത്. അല്ലാഹു ആര്, ഇസ്ലാം എന്ത്, അത് എല്ലാ മുസ്ലിമീങ്ങളും കേട്ടു നോക്കേണ്ട CD ആണ്. അതിൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ തീരുന്നു. അള്ളാഹു താല ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹു താല എന്ന വെള്ളം ഉണ്ടല്ലോ, അത് അങ്ങ് വറ്റിപ്പോയാൽ നിങ്ങൾക്ക് ആരാണ് വെള്ളം തരാനുള്ളത്? അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരാനുള്ളത്? ഉപരിമണ്ഡലത്തിൽ വെള്ളമിറക്കി തന്നത് നമ്മളല്ലയോ? അല്ലേ? മേൽഭാഗത്തു കൂടി വെള്ളത്തിന്റെ ടാങ്കികൾ നീങ്ങുന്നത് പോലെ കാർമേഘങ്ങൾ നീങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? എന്തെല്ലാം സംവിധാനങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. എന്നാൽ അത് തന്നെ നിങ്ങൾ നോക്കൂ, മേലെ നിന്നിറങ്ങുന്ന വെള്ളത്തെ ഈ ഭൂമിയിൽ മേൽഭാഗത്ത് തന്നെ കെട്ടി നിർത്തുന്നതിന് പകരം ആ വെള്ളത്തെ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി അവിടെ സ്റ്റോർ ചെയ്യുകയാണ്. കാരണം ആ വെള്ളം ശുദ്ധമായ നിലക്ക് അവിടെ നിലനിൽക്കും. ഒരു കച്ചറയും ഒരു കലവറയും ഇല്ലാതെ വെള്ളം അതാ മണ്ണിന്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടുകയാണ്. ആ വെള്ളം ആവശ്യത്തിന് മെല്ലെ മെല്ലെ ഉപയോഗിക്കാനുള്ള സംവിധാനം അത് തന്നെ അത്ഭുതകരമാണ്. ഞാൻ ഇന്ന് രാവിലെ
വെക്കേഷൻ സമയമായതുകൊണ്ട് ചെറിയ SSLCക്കും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചതും പഠിക്കുന്നതുമായ കുട്ടികൾക്ക് സിറാജുൽ ഹുദയിൽ വെക്കേഷൻ ക്ലാസ് ഉണ്ട്. ആ കുട്ടികൾ കുറെ 3-4 ദിവസമായി അവിടെ കിടക്കുന്നു. ഇനിയും 4-5 ദിവസം ഉണ്ടാകും. ഞാനിന്ന് രാവിലെ ചെറിയ മക്കൾക്ക് ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ വയനാട്ടുകാരുണ്ടോ? 2-3 ആളുകളോട് നിങ്ങൾ വയനാട്ടുകാരാണ്. മലപ്പുറക്കാരുണ്ട്, വയനാട്ടുകാരുണ്ട്, പല നാട്ടുകാരുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ വയനാട്ടിൽ പോകുമ്പോ ചുരം കയറാറില്ലേ? ഉണ്ട്. ഈ കുറ്റ്യാടിയിൽ നിന്ന് ചുരം കയറുമ്പോൾ കുറ്റ്യാടിയിൽ മുഴുവനും വെള്ളത്തിന് വേണ്ടി താഴോട്ട് കുഴിക്കുകയാണ്. അപ്പൊ ചുരത്തിന്റെ മേലെ എത്തിയപ്പോ എനിക്കൊരു സംശയം, ഇവിടെ കിണറൊഴിക്കുമ്പോ എത്ര കിലോമീറ്റർ കുഴിക്കണം? കാരണം കുറ്റ്യാടിയിൽ നിന്ന് താഴോട്ട് കുഴിച്ചിട്ടാ വെള്ളം കിട്ടുന്നത്. പിന്നെ മേലെ എത്ര കുഴിക്കേണ്ടി വരും? ഒരുപാട് കിലോമീറ്റർ താഴോട്ട് കുഴിക്കണ്ടേ? പക്ഷേ നോക്കുമ്പോ വെള്ളം അവിടെ അതാ അല്ലാഹു തആല മലയുടെ മേലെ തന്നെ ഉറവ് വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് പൈപ്പിൽ ഇങ്ങനെ മേലെ വെള്ളം പൊട്ടി ഒലിക്കുകയാണ്. ഇവിടെ താഴെയാണല്ല വെള്ളം തന്നത്, പർവ്വതത്തിന്റെ മേലെയാണ് അല്ലാഹു തആല വെള്ളം വെച്ചത്. അവന്റെ സംവിധാനമാണ്. സുബ്ഹാനല്ലാഹ്. അവനെന്നും പരിശുദ്ധൻ തന്നെ, അവൻ വാഴ്ത്തപ്പെടേണ്ടവൻ തന്നെ, അവൻ സ്നേഹിക്കപ്പെടേണ്ടവൻ തന്നെ, അവൻ ഭയപ്പെടപ്പെടേണ്ടവൻ തന്നെ. അവന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയൂല. വെള്ളം വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പ്രത്യേകം അവൻ പല സ്ഥലങ്ങളിലും ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞു. കൂട്ടത്തിൽ അവന്റെ ഒരു ചോദ്യമാണ്, വെള്ളം അങ്ങ് വറ്റിപ്പോയാൽ ഈ വെള്ളം കൊണ്ടുവരാൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമോ? ഇല്ല റബ്ബേ, ഇല്ല. നീ ഞങ്ങൾക്ക് വെള്ളം തന്നാലല്ലാതെ ഞങ്ങൾക്ക് വെള്ളമില്ല അല്ലാഹ്. ഞങ്ങളുടെ നാടുകളിൽ നീ വെള്ളം തരണം റഹ്മാനെ. വരൾച്ച കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ്. അപ്പോ വെള്ളം എന്ന് പറയുന്നത് അത് വലിയ അനുഗ്രഹമാണ്. ആ വെള്ളം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. പരമാവധി വെള്ളം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ചോദിച്ചാൽ മടക്കാൻ പാടില്ലാത്ത സാധനമാണ് വെള്ളം. വെള്ളം അത് നമ്മൾ ആരുടെയും സ്വത്തല്ല, അത് അല്ലാഹു തആല തന്ന വളരെ അമൂല്യമായ സ്വത്ത്. അതുകൊണ്ട് ഒരാളുടെ അടുത്ത് വെള്ളമുണ്ട്, ആവശ്യം വെച്ച് ബാക്കിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൊടുക്കാൻ നമ്മൾ വിശാലമായ മനസ്സ് കാണിക്കണം. എല്ലാവർക്കും വെള്ളം കിട്ടട്ടെ എന്ന് ചിന്തിക്കണം. എല്ലാവർക്കും വെള്ളം ലഭിക്കണം. കാരണം ഇത് അല്ലാഹുവിന്റെ ഒരു സംവിധാനമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു തആല തന്ന സംവിധാനങ്ങൾ പറഞ്ഞാൽ തീരൂല. അതിലേക്കൊക്കെ ഇപ്പൊ കടന്നാൽ നീണ്ടുപോകും. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ കുട്ടിക്കാലത്ത് ഗവൺമെന്റ് സംവിധാനവും പ്രൈവറ്റ് സംവിധാനവും തമ്മിൽ ചെറിയൊരു വിഷയം പറയാൻ പറഞ്ഞാൽ പലപ്പോഴും പലർക്കും പിടിക്കൂല. എന്നാലും പിടിക്കുന്നോ പിടിക്കാത്തോ നോക്കിയിട്ട് കാര്യമില്ല, പറയല് പറയാം. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ നന്നായി ആത്മാർത്ഥമായി പഠിപ്പിക്കുന്ന ചില ടീച്ചർമാർ എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞുകൃഷ്ണൻ മാഷ് എന്നെ കണക്ക് പഠിപ്പിച്ച മാഷാണ്. നന്നായിട്ട് പഠിപ്പിക്കും അദ്ദേഹം കണക്ക്. നല്ല ആത്മാർത്ഥമുള്ള ഒരു മാഷ്. ആ മൂപ്പര് കണക്ക് മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ ചോദ്യം ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ ഓരോരുത്തർ ആർക്കാ ഏത് കുട്ടിക്കാ മറുപടി പറയാൻ കഴിയാന്നിങ്ങനെ മൂപ്പരിങ്ങനെ ബുദ്ധി പരിശോധിക്കും കൂടിയായിരിക്കും. അപ്പൊ ചിലപ്പോ ആരും പറയാതെ അവസാനം ഞാൻ മറുപടി അറിയും. അപ്പൊ ഞാൻ അന്ന് സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്നെ തലയെ കെട്ടും. സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്നെ കുട്ടികൾക്ക് ഒരു പാടാണ്, അതിനുവേണ്ടി പറയാ. തലയിൽ ഒരു സാലിടും. അങ്ങനത്തെ തലയെ കെട്ടല്ല, ഒരു സാലിട്ടിട്ട് ഉണ്ടാകുക. സാല് തലയിലിട്ട വകയിൽ സ്കൂളിൽ നിന്ന് 3 പീരീഡ് ഞാൻ പുറത്തു നിന്നിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ നിന്ന് സാല് തലയിലിട്ടുകൊണ്ട് പഠിച്ച് 6ാം ക്ലാസ്സിൽ നിന്ന് ഒരു സാലിങ്ങനെ തലയിലിട്ട് പഠിച്ചപ്പോ ഒരു മാഷ് പറഞ്ഞ് തലക്കെട്ടെടുക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഞാൻ മുസ്ലിന്റെ തലസലാണ്. അയാൾ എന്റെ ക്ലാസ് പങ്കെടുക്കാണോ തലക്കെട്ടെടുക്കണോ, ഇല്ലേ പുറത്തു നിൽക്കണോ? ഞാൻ പുറത്തു നിന്നു. അങ്ങനെ പിന്നെ ഒരു മാഷ് പറഞ്ഞു അയാൾ കയറി ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ ഒരു മാഷ് പറഞ്ഞു അയാൾ പിന്നെയും പുറത്തേക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം പിന്നെ ആ സ്കൂളിലുള്ള കുട്ടികൾ കുറെ മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വലിയ തലയെക്കെട്ടും കെട്ടിയിട്ട് പോയി. അങ്ങനെ ചിലപ്പോ അങ്ങനത്തെ ചില സമരവും വേണ്ടി വരുമല്ലോ. നമ്മളെ തലയിലാണ് കെട്ടിട്ട്. അങ്ങനെ തലയെ കെട്ടിയിട്ട് പോയി. അപ്പൊ പിന്നെ പ്രശ്നമായപ്പോ രക്ഷിതാക്കളെ വിളിച്ചു. അപ്പൊ എന്റെ ബാപ്പയും പോയി. എന്റെ ബാപ്പ ഒരു സാധാരണക്കാരനാണ്, മുസ്ലിമൊന്നുമല്ല, അങ്ങനെ ഒരു നേതാവുമല്ല, ഒരു സാധാരണക്കാരൻ ബിസിനസ്സുകാരൻ.
ബാപ്പയും പോയി. മാഷന്മാരെ കുട്ടികൾ ധിക്കാരം കാണിക്കുന്നു. ബാപ്പ ചോദിച്ചു, എന്താ ധിക്കാരം കാണിച്ചതെന്ന് ചോദിച്ചു. അവർ തലയെ കെട്ടണാലും തലയെ കെട്ടി ചോദിച്ചു. അപ്പൊ ബാപ്പ ചോദിച്ചു, 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്നല്ലേ ഞങ്ങളെല്ലാം പറയലെന്ന് ചോദിച്ചു. അത് തന്നെ, അവനവന്റെ തലയിൽ ഒരു തുണിയിടാൻ പറ്റില്ല, പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണ് ചോദിച്ചു. അവനവന്റെ തലയിൽ ഒരു തുണിയിടാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണ്? അപ്പൊ ഈ പറഞ്ഞ മാഷന്മാര് പറഞ്ഞു, മാഷന്മാർ കൊടുത്തിട്ടുണ്ട് 2 സൈസും. അപ്പൊ മാഷന്മാർ പറഞ്ഞു, അത് അവരിങ്ങനെ എടുക്കുകയും വെക്കുകയും ചെയ്തിട്ട് ഞങ്ങൾക്ക് ശല്യമായിട്ടാണ്. അപ്പൊ ബാപ്പ പറഞ്ഞ, ഇനി അങ്ങനെ എടുക്കുകയും വെക്കുകയും വേണ്ടാണ് നമ്മൾ പോയി പറഞ്ഞോളാം. പാപ്പ നിങ്ങളുടെ തലക്കെട്ടുകൊണ്ട് കളിച്ചിരുന്നു എന്ന് ചോദിച്ചു. അവൻ ഞങ്ങൾ കളിച്ചിട്ടൊന്നുമില്ല, ഞാൻ തലക്കെട്ട് ഇട്ടത്തിലിട്ടോളാം, പിന്നെ കളിക്കാൻ പാടില്ല. പപ്പാന്റെ മക്കള് ഒരു താക്കി നോക്കി. അത് ഞാൻ പറഞ്ഞു വന്നത്, അവ നല്ല ആത്മാർത്ഥമായി പഠിപ്പിക്കുന്ന ചില മാഷന്മാരും അതിലൂടെ കുഞ്ഞിഷ്ണ മാഷ് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. ചിലപ്പോൾ നമ്മളെ മറുപടിക്ക് പറഞ്ഞാൽ നമ്മളെ കൂടെയുള്ള ചില കുട്ടികൾ എന്താ ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് ചോദിച്ചിട്ട് മെല്ലെ തലക്കെട്ട് പൊക്കി പോകും. അതൊരു തമാശയാണ്. അപ്പോ അങ്ങനെ ഉള്ള ചില ടീച്ചർമാർ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ടീച്ചർമാരെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, സ്കൂളിൽ വന്നാൽ ഒരു പേപ്പർ പിടിച്ച് തല മേശയമ കുത്തി അങ്ങനെ അവിടെ കിടക്കും, പഠിപ്പിക്കൂല, ശമ്പളം കൃത്യമായിട്ട് വാങ്ങിച്ചു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒറ്റ മാഷന്മാരില്ല. അതിന്റെ കാരണം എന്താ? നിങ്ങൾ നമ്മളത് തുടങ്ങിയില്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പ്രൈവറ്റ്, ഒട്ടാകെ പ്രൈവറ്റ് വിദ്യാഭ്യാസം. അപ്പൊ പിന്നെന്തായി? പിന്നെ ഈ വിദ്യാഭ്യാസത്തിന് ഇനി ആളെ കിട്ടൂലാന്ന് തോന്നി, എല്ലാ തലയും പൊങ്ങിപ്പോയി. ഇപ്പൊ പേപ്പർ വായിക്കണമെന്നില്ല, എല്ലാ മാഷന്മാരും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, ബസ് അയക്കുന്നുണ്ട്, കുട്ടികളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗവൺമെന്റും വളരെ ഉണർന്നുപോയി, എല്ലാവരും ഉണർന്നുപോയി. പിന്നെ എങ്ങനെ പറയൂ, എന്ത് വിദ്യാഭ്യാസ കച്ചവടം ചെയ്യുന്നു, വിദ്യാഭ്യാസ കച്ചവടം ചെയ്യുന്നു. അത് നമ്മളൊന്നും കച്ചവടം ചെയ്യാറില്ല. ഞാൻ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നുണ്ട്, പക്ഷെ നമുക്ക് കച്ചവടമല്ല. നമുക്ക് ഒരു കച്ചവടമില്ല. കുട്ടികൾ ഒരേ സമയത്ത് ദീനും പഠിക്കണം, ദുനിയാവും പഠിക്കണം. 10ാം ക്ലാസ് മദ്രസയും പാസ്സാകണം, 10ാം ക്ലാസ് സ്കൂളും പാസ്സാകണം. അൽഹംദുലില്ലാഹ് 8 സ്കൂളുണ്ട് സിറാജുൽ ഹുദയുടെ കീഴിൽ. 3 സ്കൂളിലാണ് SSLC പരീക്ഷ, 10ാം ക്ലാസ് പരീക്ഷ CBSE സിലബസ് പ്രകാരം എഴുതിക്കൊണ്ടിരിക്കുന്നത്. 3 സ്കൂളിലും 2 കൊല്ലവും ഇക്കഴിഞ്ഞ 2 കൊല്ലവും ഫുൾ കുട്ടികൾ ഡിസ്റ്റിങ്ഷനാണ്. അതോടുകൂടെ 10ാം ക്ലാസ് മദ്രസയും പഠിച്ച് കുട്ടികൾ റാങ്കൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ 2 വിദ്യാഭ്യാസവും നമ്മുടെ കുട്ടികൾക്ക് നന്നായി ലഭിക്കണം. അതിന് പ്രൈവറ്റ് വിദ്യാഭ്യാസം തുടങ്ങിയപ്പോ ചിലർ കച്ചവടം ഉദ്ദേശിച്ച് നടത്തുന്നവരുണ്ടാകാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കച്ചവടം ചെയ്താലും അത് നടക്കട്ടെ എന്ന് എന്റെ അഭിപ്രായം. കാരണം ഇവിടെ കള്ളക്കച്ചവടത്തിന്റെ ഒരു പ്രശ്നമില്ല, പിന്നെ വിദ്യാഭ്യാസ കച്ചവടത്തിനാ കുഴപ്പം. ഇവിടെ മനുഷ്യൻ കുടിച്ചിട്ട്, നിങ്ങൾ കാണുന്നില്ലേ ചില ആൾക്കാർ കള്ള് കച്ചവടം ഇങ്ങനെ ചെയ്തിട്ട് കുടിച്ചിട്ട് റോട്ടുമ്പോ കൂടി ഇങ്ങനെ നടക്കുമ്പോ എങ്ങനെയാ നടത്തോ? പണ്ട് സീബോ ഹിമാം റളിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചു, ഉസ്താദെ ലാമലിഫ് എന്നൊരു അക്ഷരം ഉണ്ടല്ലോ, അതെങ്ങനെ എഴുതുകയാണ്? മൂപ്പരണ്ട് കള്ളു കുടിച്ചോ നടക്കും പോലെയാണ് ഇത്. കള്ളു കുടിച്ചോ നടക്കുമ്പോ ലാമലിഫ് പോലെ ഒരു കാലം ഇങ്ങോട്ട് ഒറ്റ കാലം അങ്ങോട്ട് മറിഞ്ഞു പോലും. ആ മാതിരി നടക്കുന്ന എത്രയോ ആളുകൾക്ക് ഈ കള്ള് വിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ വിദ്യാഭ്യാസം വിറ്റാലേ ഇവിടെ കുഴപ്പം. അതുകൊണ്ട് വിദ്യാഭ്യാസം വിറ്റിട്ടോ വെറുതെ കൊടുത്തിട്ടോ ദാനം ചെയ്തിട്ടോ വഖഫ് ചെയ്തിട്ടോ ഏതോ നിലക്ക് വിദ്യാഭ്യാസം കിട്ടട്ടെ, ഏത് നിലക്കാൻ തന്നെ വിദ്യാഭ്യാസം ഇവിടെ വേണം. ശരിയായ വിദ്യാഭ്യാസം വേണം. അതേത് വിദ്യാഭ്യാസം? വെറും വിദ്യാഭ്യാസം പോരാ, ധാർമ്മികമായ വിദ്യാഭ്യാസം വേണം. അതില്ലെങ്കിൽ മറ്റേ വിദ്യാഭ്യാസം കൊണ്ട് ഫലം കിട്ടൂല. നിങ്ങൾ നോക്കി, അടുത്ത് ഒരാശുപത്രിയിൽ നിന്നൊരു വലിയ ഡോക്ടർ കിഡ്നി കട്ട് കളഞ്ഞു. എന്തെന്നാ കട്ടത്? കിഡ്നി വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ലേ ഉണ്ടായിട്ടാ. സുബ്ഹാനല്ലാഹ്, അല്ലാതെ എന്നെ പോലത്തെ ഒരു കിഡ്നി കക്കാൻ കഴിയൂല. വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടല്ലേ കിഡ്നി കട്ടത്. സുബ്ഹാനല്ലാഹ്, അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവൂല. അതിന്റെ പുറമെ ആത്മീയ ബോധം വേണം, കളവ് നടത്തരുതെന്ന ബോധം വേണം. അതൊരു സാധനവും കക്കാൻ പാടില്ല, അന്യന്റെ ഏത് പൊരുത്തമില്ലാതെ എടുക്കാൻ പാടില്ല. ചിലർക്ക് എത്ര ഉണ്ടായാലും കട്ടാലേ സമാധാനം കിട്ടൂ. ആ ഡോക്ടർക്ക് അതാ ഞെരിക്കണ്ടായിട്ടൊന്നുമല്ല, കട്ടിട്ടേ സമാധാനം കിട്ടൂ. അങ്ങനെയുണ്ട് ചിലര്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പറയാൻ സമയം എല്ലാ വിഷയത്തിലും സീഡി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സൂറത്ത് യാസീൻ 7 ദിവസം പ്രസംഗിച്ച സീഡി ഉണ്ട്, മറ്റുള്ള എത്രയോ സൂറത്തുകൾ എത്രയോ ദിവസം പ്രസംഗിച്ച സീഡി ഉണ്ട്. ഒക്കെ വാങ്ങി കേൾക്കാം. സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, അത് 2 ദിവസം പ്രസംഗിച്ച സീഡി ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് മദ്യപാനം, വ്യഭിചാരം, അതിനെപ്പറ്റി മാത്രം പ്രസംഗിച്ച സീഡി ഉണ്ട്. വളരെ വിഷമം പിടിച്ച സംഗതിയാ മദ്യപാനം. അത് വിൽക്കുന്നതിന് ഇവിടെ കുഴപ്പമില്ല, വല്ലാത്ത പ്രശ്നമാണിത്. സുബ്ഹാനല്ലാഹ്, എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകിച്ചും പറയുന്നു, നമ്മൾ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനാണ് അബൂജഹല്, സംശയമില്ല. നമ്മൾ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനാണ് അമ്പിയാക്കളെ വിരോധികള്, നമ്രൂദ്, ഫിർഔൻ തുടങ്ങിയ കക്ഷികള്.
അവർ നരകത്തിൽ കടന്നാൽ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ, ആ തീയിൽ നിന്ന് ശരീരം പൊള്ളിയിട്ട് വലിയ പൊക്കിള പൊങ്ങുമ്പോൾ, ശരീരം പഴുത്തിട്ട് ചലമലിക്കുമ്പോൾ അത് കുടിക്കേണ്ടി വരുന്നൊരു വിഭാഗമുണ്ട്. അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ശരിബ മുസ്കിറൻ, വല്ലവനും ലഹരിയുള്ളത് കുടിച്ചാൽ, കള്ള് കുടിച്ചാൽ, ചാരായം മോന്തിയാൽ, ബ്രാൻഡി കുടിച്ചാൽ, വിസ്കി കുടിച്ചാൽ, അതാ അല്ലാഹു ഏറ്റെടുത്തൊരു സംഗതിയുണ്ട്. അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കലാണ്. എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ എന്ന് ചോദിക്കുമ്പോൾ സഹാബത്തിന് മറുപടി നൽകുന്നു, അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകക്കാര ശരീരത്തിൽ ഒലിക്കുന്ന ചലമാണത്, നീരാണത്. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, സമരമാണ് ജീവിതം, സമരമാണ് ജീവിതം. അവനവന്റെ ശരീരത്തോട് സമരം ചെയ്യണം. കൂട്ടുചേർന്നുകൊണ്ട് ജീവിക്കുമ്പോ ദുഷിച്ച കൂട്ടാളികൾ മദ്യപാനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്വന്തം ശരീരത്തോട് സമരം ചെയ്യണം. ഇല്ല ഇല്ല, ഇവിടെ അത് കുടിക്കാൻ ഞാനില്ല. അതേ രിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താനിന്റെ വേലകൾ പെട്ടതാണ്, മാലിന്യമാണ്. ഫജ്തനിബൂ, അത് നിങ്ങൾ കൈയൊഴിക്കണേ. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ കൂടെ വന്നൊരു അന്നൂറിൽ നിന്നൊരു ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനോട് ഉറങ്ങാണോ എന്ന് ചോദിക്കണം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഓർക്കണം. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇത് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഖുർആൻ ഓതി തന്നത് എന്തിനാണ്? അത് മാലിന്യമാണ്, കള്ള്. ഈ മാലിന്യം നജസാണ് ചെറുപ്പക്കാരെ. കാട്ടത്തെക്കാൾ മൂത്രത്തെക്കാൾ ഗൗരവമുള്ള നജസാണ്. അതുകൊണ്ടാണ് മൂത്രമൊഴിച്ച മനുഷ്യനും കാട്ടിച്ച മനുഷ്യനും അവിടെ ശുദ്ധിയാക്കാൻ വെള്ളമില്ലെങ്കിലും ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് നിസ്കരിക്കാം, കട്ട കൊണ്ടും കല്ലുകൊണ്ടും തുടച്ചിട്ട് നിസ്കരിക്കാം. പക്ഷേ ഒരുറ്റ് കള്ള്, ഒരുറ്റ് ബ്രാൻഡി, ഒരുറ്റ് വിസ്കി, ഒരുറ്റ് ചാരായം നമ്മുടെ കുപ്പായത്തിലോ ശരീരത്തിലോ ഉറ്റിപ്പോയാൽ ആ കുപ്പായമോ ശരീരമോ ശുദ്ധവെള്ളം കൊണ്ട് കഴുകി നിറവും മണവും രുചിയും നീങ്ങുന്ന വിധത്തിൽ കഴുകി വൃത്തിയാക്കാതെ 1000 ടിഷ്യൂ കൊണ്ട് തുടച്ചാ നിസ്കാരം പറ്റൂല. കാരണം കാട്ടത്തെക്കാൾ ഗൗരവമുള്ള നജസാണ് കള്ള്, മൂത്രത്തെക്കാൾ ഗൗരവമുള്ള നജസാണ് കള്ള്. അതേ ലഹരിയുള്ള വസ്തുക്കൾ അത്ര കടുത്ത നജസാണ്. ആ നജസ് ഇവിടെ വെച്ച് കുടിക്കുന്നവന് അല്ലാഹ് കൊടുക്കുന്നത് എന്താണ്? അബൂജഹലിന്റെ ശരീരത്തിൽ ചലമിങ്ങനെ നരകത്ത് നൊലിക്കുമ്പോ അതീ മദ്യപിക്കുന്ന മനുഷ്യനെ അല്ലാഹു കുടിപ്പിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പടച്ച റബ്ബേ, ഞങ്ങളെ ഉമ്മത്തിൽ ആരെങ്കിലും ദുർബല നിമിഷങ്ങളിൽ അറിവില്ലാതെ മദ്യപിച്ചവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കണേ അല്ലാ, തൗബയുടെ മനസ്സ് കൊടുക്കണേ അല്ലാ, നീ നന്നാക്കി തരണേ അല്ലാ. വളരെയേറെ ശ്രദ്ധിക്കണം. ഒരിക്കലും തന്നെ മദ്യപിക്കുന്ന ഏർപ്പാടുകളിൽ നമ്മൾ പെട്ടുപോകരുത്. അതുപോലെ തന്നെ ലഹരിയുടെ വക്താക്കളായി പോകരുത്. നമ്മൾ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. അള്ളാഹു തആല തന്ന സംവിധാനങ്ങളെ സംബന്ധിച്ച്, അവന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നല്ല ബോധം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകണം. നല്ല ബോധം മനസ്സിലുണ്ടാകണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ബോധമുണ്ടാകണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹു തആല സംവിധാനങ്ങൾ എത്ര ചെയ്തത്. ആകാശലോകത്തുനിന്ന് വെള്ളമിറക്കി തന്നു, അത് ഭൂമിയിൽ അത് സ്റ്റോർ ചെയ്യുന്നു. അതിന്റെ പുറമെ ഈ ഭൂമി എന്ന് പറഞ്ഞ വലിയ സംഗതിയാ. നിങ്ങൾ നോക്ക്, ഇവിടെങ്ങാനും പുഴയുണ്ട്, പുഴയിൽ പ്രത്യേകമായ ഒരു ചരക്കല്ല് കാണും. നമ്മൾ ഒരു ഉരുണ്ട ചെറിയ സൈസ് കല്ല് എല്ലാ പുഴയും.
എന്താണ് സാധനം? അത് ഫിൽട്ടർ ചെയ്യാനുള്ളതാണ്. ഫിൽട്ടർ ചെയ്യാനുള്ള കല്ലാണത്. അതുപോലെ ഫിൽട്ടർ ചെയ്യാൻ കഴിവുള്ള വേറെ കല്ലില്ല. അതെ, ഒരു പുഴ അതങ്ങകലെ ഏതോ ഒരു പർവ്വതത്തിന്റെ മേലിൽ നിന്നോ മറ്റോ മെല്ലെ പൊട്ടി ഒഴുകി വരുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോ ആയിരങ്ങൾ കുളിക്കുകയാണ്, ആയിരങ്ങൾ അലക്കുകയാണ്, ആയിരങ്ങൾ ഉപയോഗിക്കുകയാണ്. പക്ഷേ ആ വെള്ളം ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുമ്പോ, ഈ ചരക്കല്ലുകളിൽ തട്ടി പോകുമ്പോ വെള്ളം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതിനൊരു പ്രത്യേകമായ കല്ല് തന്നെ പുഴയിൽ അല്ലാഹു പടച്ചു വെച്ചിരിക്കുകയാണ്. പടച്ച റബ്ബിലേക്കല്ലേ നമ്മുടെ ഖൽബ് നീങ്ങേണ്ടത്. ഓ സുഹൃത്തുക്കളെ, ഇനി ഒന്നുകൂടി നിങ്ങൾ നോക്കൂ. ഒലിക്കുന്ന വെള്ളവും കെട്ടി നിൽക്കുന്ന വെള്ളവും ഒരുപോലെയല്ല. കെട്ടി നിൽക്കുന്ന വെള്ളം കളറ് മാറി ചീത്തയാകുന്നത് കാണാം. ഒലിക്കുന്ന വെള്ളം ചീത്തയാകുന്നില്ല. എന്താണ്? അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, യാത്ര ചെയ്യുന്നവനും യാത്ര ചെയ്യാത്തവനും ഒരുപോലെയല്ല. യാത്ര ചെയ്യുന്നവനും യാത്ര ചെയ്യാത്തവനും ഒരുപോലെയല്ല. യാത്ര ചെയ്യുന്നവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒലിക്കുന്ന വെള്ളം മണ്ണിലും കല്ലിലും തട്ടി നീങ്ങുമ്പോൾ ഫിൽട്ടർ ചെയ്യപ്പെടുന്നത് പോലെ യാത്ര ചെയ്യുന്ന മനുഷ്യൻ പല സമൂഹവുമായും പല നാടുമായും പല സംസ്കാരവുമായും പല ഭാഷക്കാരുമായും ദേശക്കാരുമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ യാത്ര പോകുന്നവന്റെ സ്വഭാവം നന്നായി 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 വരുന്നു. സ്വഭാവത്തിന് സംസ്കരണം വരുന്നു. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഏത് കുട്ടിയും കണ്ണും ചിമ്മി പറയും മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാത്ത പലരുടെയും നാവിലൂടെ ഉണ്ടാകുന്ന വാചകങ്ങൾ ഒരിക്കലും ഉസ്താദിന്റെ നാവിലൂടെ സംസ്കാര സമ്പന്നമല്ലാത്ത ഒരു വാക്കും ഈ രാഷ്ട്രം കേൾക്കാറില്ല. അതുപോലെ തന്നെ ആരും അത്തരത്തിലുള്ള ഒരു ഗീബത്തോ നമീമത്തോ ഫിത്നയോ ഫസാദോ കുറ്റം പറച്ചിലോ അവിടുത്തെ നാവിൽ നിന്ന് കേൾക്കാറില്ല. കാരണം യാത്ര പോകുന്നവനും പോകാത്തവനും ഒരുപോലെയല്ല. യാത്ര പോകുന്നവന് ചില മഹത്വങ്ങളുണ്ട്. എന്താ കാരണം? ഈ വെള്ളം നീങ്ങി ഒലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അത് ചെറുതാണെങ്കിലും ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുചീകരിക്കപ്പെടുന്നത് പോലെ യാത്ര പോകുന്നവന്റെ സ്വഭാവത്തിൽ സംസ്കാരവും സംസ്കരണവും വർദ്ധിക്കുമെന്ന് പണ്ഡിതന്മാര് പറയുന്നു. ഇതേ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വെള്ളം, ആ വെള്ളം ശുചീകരിക്കാനുള്ള ഏർപ്പാടുകൾ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ചെയ്തു തന്നിരിക്കുകയാണ്. എന്നാൽ ആ വെള്ളം കൊണ്ട് മറ്റുള്ളതെല്ലാം ശുദ്ധിയാക്കും. അതിനെന്ത് വേണം? വെള്ളം കൊണ്ട് ശുദ്ധിയാകണമെങ്കിൽ എന്ത് വേണം? വെള്ളം തഹൂറായ വെള്ളമാകണം. വെള്ളം തഹൂറായ വെള്ളമാകണം. തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാലോ സ്വന്തം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതും. അതിനാണ് തഹൂറായ വെള്ളം എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്നത് കുളിക്കുന്നത് തഹൂറായ വെള്ളമാണ്. നമ്മൾ കുടിക്കുന്നത് ചിലപ്പോൾ തഹൂർ ഉണ്ടാവും, അല്ലാത്തതുണ്ട്. കഞ്ഞിവെള്ളം താഹിറാണ്, തഹൂറല്ല. സ്വന്തം ശുദ്ധിയുണ്ട്, കുടിക്കാൻ പറ്റും, പക്ഷെ കഴുകാൻ പറ്റില്ല. ഇളനീർ വെള്ളം കുടിക്കാൻ പറ്റും, കഴുകാൻ പറ്റില്ല. കാരണം അത് താഹിറ, സ്വന്തം ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയൂല. ഇതാണ് താഹിറായ വെള്ളം. അപ്പൊ വെള്ളം തഹൂറായ വെള്ളം കൊണ്ടേ ശുദ്ധിയാക്കാൻ കഴിയും. എന്നാൽ മുത്തനജിസായ വെള്ളം എന്ന് പറഞ്ഞാലോ, മുത്തനജിസായ വെള്ളം തന്നെ നജസ് ചേർന്ന വെള്ളം. ആ നജസ് ചേർന്ന വെള്ളം കൊണ്ട് മറ്റൊന്ന് ശുദ്ധിയാക്കാൻ കഴിയൂല. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. ഏത് സംഘടനാ പ്രവർത്തകനാണെങ്കിലും, ഏത് നേതാവാണെങ്കിലും, ഏത് പണ്ഡിതനാണെങ്കിലും, ഏത് പ്രസംഗകനാണെങ്കിലും, ഏത് സംഘടനാ പ്രവർത്തകനാണെങ്കിലും ആദ്യം അവൻ നന്നാകണം, എന്നാലേ മറ്റുള്ളവരെ നന്നാക്കാൻ കഴിയും. മുത്തനജിസായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ കഴിയില്ല. മുത്തനജിസായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ കഴിയില്ല. മറിച്ച് തഹൂറായ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ കഴിയും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ, ചീത്ത പറയരുത്, ഗീബത്ത് പറയരുത്. ഞാൻ വേറെ പറയാം, ഞാൻ തന്നെ സ്റ്റേജ് കയറിയിട്ട് ഗീബത്ത് പറയാം. പിന്നെ എന്റെ പ്രസംഗ ഘട്ടങ്ങൾ ആർക്കും നന്നാവും. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദിഖുമി ചൊല്ലിക്ക മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇവിടെ സാധാരണ ബുറുദ ചെല്ലാറുണ്ടെന്നാണ് എന്റെ അറിവ്. ഞാൻ അൽഹംദുലില്ലാഹ് അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ സിയാറത്തിന് ചെന്നപ്പോൾ മഹാനായ ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ സിയാറത്തും ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ബുറുദ ബൈത്ത് ചൊല്ലി. ഖബറിന്റെ സമയത്ത് ബുറുദ ബൈത്ത് ചൊല്ലി. അപ്പൊ ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ കൂടെ വന്നിരുന്നു. അദ്ദേഹം ബുറുദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ മുഴുവനും മനപ്പാഠം അങ്ങ് ചൊല്ലി.
അപ്പൊ ഇന്നും ആ ഈജിപ്തിലടക്കം, ഈജിപ്ത് എന്ന് പറഞ്ഞാൽ വലിയ പരിഷ്കരിച്ച രാജ്യമാണ്, പല നിലക്കും